الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ذكر أن صفات المؤمنين هي حسن الخلق فقال صلى الله عليه وسلم أكمل المؤمنين إيمانا أحسنهم أخلاقا إذا رأيتم المؤمن صموتا وقورا فادنوا منه فإنه يلقن الحكمة. قال صلى الله عليه وسلم لا يحل لمؤمن أن يشير إلى أخيه بنظرة تؤذيه لا يحل لمسلم أن يربي مسلما. സൽസ്വഭാവത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൽസ്വഭാവത്തിൻ്റെ മഹത്വവും സൽസ്വഭാവത്തിൻ്റെ അടയാളങ്ങളുമാണ് കഴിഞ്ഞ 2 ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് ഒരു സൽസ്വഭാവിയായ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനിലുണ്ടാവേണ്ടത്. അതിൽ 2 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഉപകാരം, ഉപദ്രവം, ഈ 2 ഘടകത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം മാത്രം ഉണ്ടാവണം. മറ്റുള്ളവരിൽ നിന്നുള്ള ഉപകാരം നമ്മൾ ആശിക്കരുത്, പ്രതീക്ഷിക്കരുത്. ഈ 2 കാര്യമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനിയുള്ള 2 കാര്യങ്ങൾ ഉപദ്രവവുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധിമുട്ട്, അതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഒരു സൽസ്വഭാവിയാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട അടയാളങ്ങളാണ് പറയുന്നത്. 3ാമത്തെ അടയാളം, നമ്മളിൽ നിന്ന് മറ്റൊരാൾക്കും ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അത് നമുക്കൊന്ന് വിശദീകരിക്കാം. അതിൻ്റെ ഹദീസുകളാണ് ഇപ്പോൾ വായിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ യദിഹി വ ലിസാനിഹി. ഒരാൾ സമ്പൂർണ്ണ മുസ്ലിമാകുന്നത് എപ്പോഴാണ്? മറ്റുള്ള മുസ്ലിമീങ്ങൾ, മൻ സലിമൻ നാസ്, മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയും കാണാം, മറ്റുള്ള ജനങ്ങൾ നമ്മളെ നാവിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമെന്നാണ് ഈ ഹദീസിൻ്റെ ചുരുക്കസാരം. എന്താണിത് സൂചിപ്പിക്കുന്നത്? 2 അവയവങ്ങളെയാണ് പ്രധാനമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് നമ്മുടെ നാവ്, മറ്റൊന്ന് നമ്മുടെ കൈ. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന 2 അവയവങ്ങളാണ്. കൈ, എല്ലാ പണിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് കൈയാണ്, നമുക്കറിയാം. പിന്നെ ജനങ്ങളുമായി ഇടപെടുന്ന സമയത്ത് സംസാരത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് നാവാണ്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന, ബാഹ്യമായി വർക്ക് ചെയ്യുന്ന 2 അവയവങ്ങളാണ്. ഇത് 2 നിങ്ങൾ എടുത്തു നോക്കൂ. മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് 3 തരത്തിലുണ്ട്. അതിൽ 2 വിഷയം ഈ ഹദീസിൽ ഉൾപ്പെടുത്തി. ശാരീരികമായ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്. പിന്നൊന്ന് സാമ്പത്തികമായിട്ടുള്ളതാണ്. അത് പിന്നെ അടുത്ത ഹദീസിൽ പറയാം. ശാരീരികമായ ബുദ്ധിമുട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന അവയവമാണ് പ്രധാനമായി നമ്മുടെ കൈ. അല്ലെ, ഒരാളെ ആക്രമിക്കാൻ, അടിക്കാൻ, കുത്താനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ കൈയാണ്. മാനസികമായി ഒരാളെ പ്രയാസപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? നമ്മുടെ നാവാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ സൽസ്വഭാവിയാകണമെങ്കിൽ, ഒരു സമ്പൂർണ്ണ മുഅ്മിനാകണമെങ്കിൽ ഇവന്റെ നാവിൽ നിന്നും ഇവന്റെ കയ്യിൽ നിന്നും എല്ലാ ജനങ്ങളും രക്ഷപ്പെട്ടിരിക്കണം. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്. അപ്പോഴാണ് നമ്മൾ ഒരു സമ്പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ, ഒരു മുസ്ലിം ആവുകയുള്ളൂ. അപ്പോഴാണ് സൽസ്വഭാവിയായി മാറുകയുള്ളൂ. ഇനി ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വ മാലുഹു വ ഇർളുഹു.
ഈ ഹദീസിൽ 3 കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഓരോ മുസ്ലിമും മറ്റുള്ളവർക്ക് ഹറാമാണ്. എന്ത് ഹറാമാണ്? ദമുഹു വ മാലുഹു വൈറുഹു. രക്തം, സമ്പത്ത്, അഭിമാനം. ഈ ഹദീസിൽ 3 വിഷയങ്ങൾ സൂചിപ്പിച്ചു. മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന 3 കാര്യങ്ങൾ ഇതിൽ പെട്ടു. ഒരാളെ ദമുസ് സൂചിപ്പിക്കുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടാണ്. കൊലപാതകം, അടിക്കൽ, കുത്തൽ, അക്രമം തുടങ്ങിയിട്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇർള്, അഭിമാനം. ഒരാളെ നമ്മൾ മാനഭംഗപ്പെടുത്താൻ പാടില്ല. അയാൾ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു വാക്ക് നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. അതാണ് ഇർള്, അഭിമാനം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് സമ്പത്ത്. സാമ്പത്തികമായി നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരാളെ സമ്പത്ത് അപഹരിക്കുക, കട്ടെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ സ്ഥലം, പറമ്പ് അത് അപഹരിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് സാമ്പത്തികമായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഹറാമാണ്. ഇനി അത് കടുത്ത ശൈലിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഒരിക്കൽ അറഫാ ദിവസം നമുക്കറിയാം, ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും പവറുള്ള ദിവസം അറഫാ ദിവസമാണ്. എന്നല്ല, ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പവറുള്ള ദിവസം ഏതാണ്? അറഫാണ്. ആ അറഫാ ദിവസത്തിലാണ് വിശുദ്ധമായ മക്കയിൽ ഹജ്ജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്ക് ഹറാമാണ്. ഹുർമത്തി യോമിക്കും ഹാദ ഫി ബലദിക്കും ഹാദ ഫി ഷഹരിക്കും ഹാദ. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് 3 കാര്യത്തെ വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചു. വിശുദ്ധമായ ഹറം എന്ന് പറയുന്നത്, മക്ക എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ ബഹുമാനമുള്ള സ്ഥലമാണ് മക്ക, ഹറം. ഒരു റക്അത്ത് അവിടെ നിസ്കരിച്ചാൽ ചുരുങ്ങിയത് 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കൂലിയാണ്. അത്രയും ബഹുമാനമുള്ള സ്ഥലമാണ് മക്ക, ഹറം. അതെടുത്തുകൊണ്ട് പറയാൻ, ഈ സ്ഥലത്തിന് എത്ര ബഹുമാനമുണ്ട്. ഫി ഷഹരിക്കും ഹാദ. ഈ മാസം ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ മാസം ഖുർആൻ പ്രത്യേകം ബഹുമാനം സൂചിപ്പിച്ച മാസമാണ് ദുൽഹിജ്ജ മാസം. ഹജ്ജ് മാസമാണ് നമുക്കറിയാം. ഈ മാസത്തിന് എത്ര ബഹുമാനമുണ്ട്? പോരാ, ഫി യൗമിക്കും ഹാദ. ഈ ദിവസത്തിന് എത്ര ബഹുമാനമുണ്ട്? അറഫ ദിവസത്തിലാണ് പറയുന്നത്. അറഫ പ്രഭാഷണത്തിലാണ് സൂചിപ്പിക്കുന്നത്. അറഫ ഒരു വർഷത്തിലെ ഏറ്റവും പവറുള്ള ദിവസം, ഏറ്റവും വലിയ സുന്നത്ത് നോമ്പുള്ളത് അറഫന്റെ ദിവസമാണ്. അപ്പൊ ഈ 3 ബഹുമാനങ്ങളും എടുത്തു പറഞ്ഞ്, ഈ നാടിന് എത്ര ബഹുമാനമുണ്ട്, ഈ മാസത്തിന് എത്ര ബഹുമാനമുണ്ട്, ഈ ദിവസത്തിന് എത്ര ബഹുമാനമുണ്ട്, ഇതുപോലെയാണ് മറ്റുള്ളവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനം, അവരുടെ രക്തം. അതിന് നിങ്ങൾ വലിയ ബഹുമാനം കൽപ്പിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടോ നിങ്ങളുടെ വാക്കുകളെ കൊണ്ടോ മറ്റൊരാളെയുടെയും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരു നിലക്കുള്ള ബുദ്ധിമുട്ട് നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത്. എത്രത്തോളം മറ്റൊരു ഹദീസിൽ കാണാം, മഹാന്മാർ പറയുന്നു, മറ്റുള്ളവരുടെ അഭിമാനം എന്ന് പറയുന്നത് വിശുദ്ധമായ കഅബാലയത്തെക്കാളും വലിയ ബഹുമാനമുണ്ട് എന്നാണ്. കഅബാലയത്തെക്കാളും വലിയ ബഹുമാനാണ് ഒരു മുഅ്മിന്റെ അഭിമാനം. കഅബാലയം നമുക്കറിയാം, അത്ര ബഹുമാനമുള്ള ഒരു ഗേഹം ഈ വേറെ ഒന്നുമില്ല. ആദ്യത്തെ പള്ളി, ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസ്, ആ മഹത്തായ മസ്ജിദ് കഅബാലയം. ആ കഅബാലയത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. ആ കഅബാലയത്തിൻ്റെ മുകളിൽ ഒരു പക്ഷി പോലും ഇരിക്കൂല. പക്ഷികൾക്ക് വരെ അറിയാം അതിൻ്റെ ബഹുമാനം. അത്രയും ബഹുമാനമുള്ള കഅബാലയത്തെ എടുത്തുകൊണ്ട് പറയാൻ, ഈ കഅബാലയത്തിനേക്കാൾ ഏറെ ബഹുമാനമുണ്ട് മറ്റുള്ളവൻ്റെ അഭിമാനം. അതുകൊണ്ട് തന്നെ ഒരാൾ അഭിമാനം പിച്ച് ചീന്തുന്ന രൂപത്തിൽ, അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു വാക്ക് നിങ്ങളിൽ നിന്ന് വരരുത്, ഒരു സംസാരം നിങ്ങളിൽ നിന്ന് വരരുത്. ഇത് പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ 3-ാമത്തെ അടയാളം, നമ്മളിൽ നിന്ന് ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടും മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത്, സാമ്പത്തികമായിട്ടുണ്ടാകരുത്,
മാനസികമായിട്ടും ഉണ്ടാകരുത്. മാനസികമായിട്ടുള്ളതിൻ്റെ ഭാഗമാണ് അഭിമാനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധമായ ഇസ്ലാമിൽ കർശനമായ നിലപാട്, ശിക്ഷാമുറകൾ, പ്രത്യേകം ഒരു പാർട്ട് തന്നെ ഫിഖ്ഹിലുണ്ട്. ജിനായാത്ത് എന്ന അതിൻ്റെ പേര്. ഫിഖ്ഹ് 4 പാർട്ടാണ്. ഇബാദത്തുകൾ വിശദീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇടപാടുകൾ, ബിസിനസ് അടക്കമുള്ള കാര്യങ്ങൾ ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്നുണ്ട്, മുനാക്കഹാത്ത് ഉണ്ട്, നിക്കാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. 4ാമത്തെ പാർട്ട് ഏതാണെന്നറിയോ? ക്രിമിനൽസ് ആണ്. ക്രിമിനൽ കാര്യങ്ങളാണ് ജിനായാത്ത്, തെറ്റുകുറ്റങ്ങൾ. ഒരാളെ ആക്രമിച്ചാൽ, തെറ്റ് ചെയ്താൽ അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് കർശനമായ നിലപാട് പറയുന്ന ഒരു പാർട്ടാണ് ഫിഖ്ഹിൽ. അതിൽ ശിക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു, അതിലെല്ലാം നമുക്ക് കാണാം ഒരാളെയും ആക്രമിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ടാണല്ലോ ശാരീരികമായിട്ടുള്ളത് നോക്കാം. നമുക്ക് ശാരീരികമായിട്ടുള്ളതാണ് കൊലപാതകം, അക്രമം, അടിക്കുക, കുത്തുക, അതിനൊക്കെ ശിക്ഷ ഉണ്ട്. കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഇവനെ ഖിസാസ് എടുക്കുക, അവനെ കൊല്ലുക അടക്കമുള്ള ശിക്ഷാമുറകൾ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളെ അടിച്ചാൽ, ആക്രമിച്ചാൽ, ശാരീരികമായുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ച് അതിനുള്ള ശിക്ഷാമുറകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിന് ഏതെല്ലാം നിലക്ക് വളരെ കർശനമായിട്ടുള്ള നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. മാനസികമായിട്ടുള്ളത് നമ്മളെടുത്ത് നോക്കും. മാനസികമായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഗീബത്ത് പറയാറുള്ളത്. ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അതിലേക്ക് കിടക്കില്ല. എന്താണ് മറ്റുള്ളവൻ്റെ അഭിമാനം, അല്ലേ? ഒരാളെക്കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് പറയാന്നുള്ളത് മാനസികമായി അവനെ തളർത്തുന്ന ഒരു വിഷയമാണ്. അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമ്മുടെ മനസ്സ് വളരെയധികം വിഷമിക്കുന്ന ഒരു വിഷയമാണ് ഗീബത്ത്, നമീമത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സിനയേക്കാളേറെ, വ്യഭിചാരത്തേക്കാളേറെ ശിക്ഷ ഗീബത്തിനുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല. അയാളെ മനസ്സ്, നമ്മൾ കത്തി കൊണ്ട് മുറിച്ച ശരീരം മുറിയും, അതൊരു പക്ഷേ മരുന്ന് വെച്ച ഉണങ്ങും. അതേസമയത്ത് നമ്മുടെ നാവ് കൊണ്ടുള്ള ചില വാക്കുകൾ മനസ്സിനെയാണ് മുറിയാക്കുന്നത്. ചിലപ്പോൾ അത് ഉണങ്ങിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പലരും പറയാറുണ്ടല്ലോ, ചിലപ്പോൾ മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചാലും ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാലും മനസ്സിനോട് പോകുന്നില്ല എന്ന് ചിലപ്പം പറയും. നമ്മുടെ മാനസികമായി ആ വാക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട്, നാവ് കൊണ്ട് ഒരിക്കലും ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന, മുറിവാക്കുന്ന ഒരു വാക്കും വരരുത്. ഗീബത്ത് വരരുത്, നമീമത്ത് വരരുത്. അതുപോലെ തന്നെ കളിയാക്കുക, പരിഹസിക്കുക, ഇതൊക്കെ വിഷയം എന്താ? അയാളെ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു വിഷയമാണ്. ആളിടയിട്ട് ഒരാളെ താറുമാറാക്കുക, പരിഹസിക്കുക, കളിയാക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്രത്തോളം നമ്മളൊരു നോട്ടം കൊണ്ട് വരെ ഈ ഹദീസ് അതാ സൂചിപ്പിക്കുന്നത്. ലാ യഹില്ലു ലി മുഅ്മിനിൻ അൻ യുശീറ ഇലാ അഖീഹി ബിനദ്റത്തിൻ തൂദി. നമ്മളൊരു നോട്ടം കൊണ്ട് ഒരാൾക്ക് വിഷമം ഉണ്ടാകോ? അങ്ങനത്തെ നോട്ടം നോക്കൽ പാടില്ല. ചിലരുണ്ട് കണ്ണുകൊണ്ട് ഓനെ ഒരു കളിയാക്കുന്ന രൂപത്തിൽ ഒരു ഇഷാറത്ത്, ഒരു സൂചന, അതുവരെ ഒരു മുമ്മിന് പാടില്ല. കാരണം മാനസികമായിട്ട് അവന് വിഷമം ഉണ്ടാക്കുന്നതാണ്, പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പരിഹസിക്കൽ, കളിയാക്കൽ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ. ഒരാൾ ഹാൻഡിക്യാപ്റ്റഡാണ്, അംഗവൈകല്യമുണ്ട്, ഉദാഹരണം പറയാം. അപ്പോൾ അയാൾ നടക്കുന്ന സമയത്ത് കുറച്ച് ഒരു കാലിങ്ങനെ താഴ്ന്നതുകൊണ്ട് ഇങ്ങനെ ആക്കി നടക്കും. എന്നാൽ അതേപോലെ നടന്ന് കാണിക്കുന്നത് തെറ്റാണ്. അയാളെ കളിയാക്കുന്ന രൂപത്തിലാണെങ്കിൽ അത് വരെ ഹറാമെന്നാണ് ഇസ്ലാം പറയുന്നത്. അയാളെ മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആ നിലക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടും നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകരുത്. ഹുസ്നുൽ ഖുൽഖിൻ്റെ സൽ സ്വഭാവത്തിൻ്റെ മൂന്നാമത്തെ ഘടകമാണ് നമ്മൾ പറയുന്നത്. സാമ്പത്തികമായിട്ട് എടുത്തു നോക്കൂ നിങ്ങൾ. സാമ്പത്തികമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ മറ്റുള്ളവൻ്റെ സമ്പത്ത് എടുക്കുക, കളവ് നടത്തുക, അതിന് കൈമുറിക്കുക എന്നതാണ് ഇസ്ലാം വെച്ചിട്ടുള്ള ശിക്ഷ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ കട്ട കൈ ഇനി വേണ്ട, അത് മുറിച്ച് കളയണം. ഇസ്ലാമിക കോർട്ടുള്ളിടത്തുള്ള നിയമമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ശിക്ഷ? മറ്റുള്ളവൻ്റെ സമ്പത്ത് അപഹരിക്കുക എന്നുള്ളത്. കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കുന്നില്ല, അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, സാമ്പത്തികമായി അവനെ പ്രയാസപ്പെടുത്തുന്നു. കടത്തിന് എന്തൊരു വലിയ കടം വീട്ടാതെ മരിച്ചു പോയാൽ ഷഹീദിൻ്റെ മയ്യത്താണെങ്കിൽ പോലും അവനക്ക് പുറത്തു കൊടുക്കൂല എന്നുള്ളതാണ്. ഷഹീദിന് എല്ലാ ദോഷങ്ങളും പൊറുക്കും, പക്ഷെ കടം അള്ളാഹു തആല വിട്ടു കൊടുക്കൂല. എന്തുകൊണ്ടാണ്? സാമ്പത്തികമായി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തലാണത്.
മറ്റുള്ളവൻ്റെ എത്രത്തോളം അതിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. ഒരാൾ മരണപ്പെട്ട് ഖബറടക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഖബറ് മാന്താൻ പറ്റുമോ? എന്താ മസല? നിസ്കരിക്കാതെ മറമാടി, നിസ്കരിക്കാൻ വേണ്ടി ഖബറ് മാന്താൻ പറ്റുമോ? പറ്റൂല. അതിൻ്റെ പുറത്തുനിന്ന്, ഖബറിൻ്റെ പുറത്തുനിന്ന് നിസ്കരിക്കാമെന്ന. അതേ സമയത്ത് ഈ മയ്യത്ത് മറ്റൊരാളുടെ സമ്പത്ത് വീങ്ങിയിട്ടുണ്ട്, ഒരു മോതിരോ മറ്റോ അവൻ്റെ ആ മയ്യത്തിൻ്റെ പള്ളിയിലുണ്ട്, അല്ലെങ്കിൽ ആ ഖബറിൽ വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ എന്താ മസല? ഈ സമ്പത്തിൻ്റെ ഉടമ അതെനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ ഖബറ് മാന്തൽ നിർബന്ധമാണ്. ഖബറ് മാന്തിയിട്ട് ആ സമ്പത്തിന് കൊടുക്കണം. ഇനി വയറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ വയറ് കീറിയിട്ട് ആ സമ്പത്ത് പുറത്തെടുത്ത് കൊടുക്കണം. ഒരു മയ്യത്തിൻ്റെ വയറ് ഇടാൻ പറ്റും? ഒരു ഈച്ചരിക്കുന്നത് വരെ നമ്മൾ ആ മയ്യത്തിനെ അട്ടിക്കളിയാണ്. അത്രത്തോളം ഗൗരവമാണ് മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അത് സാമ്പത്തിക വിഷയത്തിലാവട്ടെ, ശാരീരികമാവട്ടെ, മാനസികമായിട്ട്. ഈ 3 കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകരുത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു മജ്‌ലിസിലേക്ക് പോകുന്ന സമയത്ത് സുഗന്ധം പുരട്ടി പോകണം എന്ന് പറയും. അത് മറ്റുള്ളവനെ മനസ്സ് സന്തോഷിപ്പിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പറയുന്നത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാകരുത് എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹദീസ് നമുക്ക് കാണാം, ഉള്ളി തിന്ന ആൾ പള്ളിയിൽ പോകരുത് എന്ന ഹദീസ് കാണാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? പച്ച ഉള്ളി തിന്നാൽ ഒരു വായക്കൊരു നാറ്റുണ്ടാവും. അപ്പം ആ നാറ്റത്തോടുകൂടെ അങ്ങ് പള്ളിക്ക് വരണ്ടാന്ന്, ജമാഅത്തിന് വരണ്ടാന്ന്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എത്ര പ്രതിഫലമുള്ള കാര്യമാണ്. ചീത്ത വാസന ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ ആശയം അങ്ങനെയാണ്. ഉള്ളിൻ്റെ വിഷയം മാത്രമല്ല, ഉള്ളി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചീത്ത ഒരു വാസന ഉണ്ട്. ആ വാസനയോടുകൂടെ നമ്മൾ ജമാഅത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ആ വാസന. അതുവരെ നമ്മൾ നീക്കം ചെയ്യണം. ഒരു ജമാഅത്തിന് വരെ അങ്ങനത്തെ ആൾ പോകണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തിലുണ്ട്. മറ്റുള്ളവരെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 3 ആളിരിക്കുന്ന ഒരു സദസ്സ്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. അവിടെ 2 ആളുകൾ തമ്മിൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. 3 ആളിരിക്കുന്ന ഒരു സദസ്സിൽ 2 ആളുകൾ തമ്മിൽ രഹസ്യം കൈമാറരുത് എന്ന് പറഞ്ഞാൽ, രഹസ്യമായിട്ട് ഇവൻ അവൻ്റെ ചവിട്ടിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നത്. ആരെ കുറിച്ചല്ല? ഈ 3-ാമത്തെ ആളെ കുറിച്ചല്ല. ഗീബത്തും നമീമത്തൊക്കെ നേരത്തെ പറഞ്ഞു, അതല്ല. ഇവര് രഹസ്യമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ പറയാനുണ്ട്, ഓനത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ 3 ആളിരിക്കുന്ന ഒരു സദസ്സിൽ 2 ആളുകൾ തമ്മിൽ രഹസ്യം കൈമാറരുത്. എന്താ കാരണം? ഇവന് രഹസ്യമായി അവനോട് സംസാരിക്കുമ്പോൾ ഇവനക്ക് എന്ത് തോന്നും? എന്നെക്കുറിച്ച് അവനെന്തോ പറഞ്ഞു കൊടുക്കാൻ തോന്നൂലേ? അപ്പം മാനസികമായിട്ട് ഈ 3-ാമത്തെ വ്യക്തിയെ പ്രയാസപ്പെടുത്തുന്നത് കൊണ്ട് രഹസ്യം കൈമാറൽ ഹറാമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവനക്ക് മാനസികമായിട്ട് അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയത്ത് ഒരു 4-5 ആളുകളാണെങ്കിൽ പ്രശ്നമില്ല. കാരണം മറ്റുള്ള ആൾക്കുണ്ടല്ലോ, ഒന്നെന്തോ പറയുമ്പോൾ അത് എന്നെ കുറിച്ചായിരിക്കില്ല എന്നുള്ളതായിരിക്കും. 3 ആളാവുമ്പോൾ 2 ആൾ മാത്രം സംസാരിക്കുമ്പോൾ ഇവനെ കുറിച്ചാണെന്ന് വരും. എത്രത്തോളം സൂഉല്ലന്നെ വരെ നോക്കൂ നിങ്ങൾ. നമ്മളെ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഒരാളെ വിഷമുണ്ടാക്കുന്ന ഒരു ചിന്ത പോലും നമുക്ക് വരരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇന്ന ബഅദല്ലന്നി, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കടുത്ത തെറ്റാണ്. നിങ്ങൾ ഒരാളെ കുറിച്ചും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് മുമ്പ് നമ്മൾ റുഫൻ്റെ ക്ലാസ്സിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നും സൂചിപ്പിച്ചു പോകുകയെന്ന് മാത്രം. തെറ്റിദ്ധാരണ ഒരാളെക്കുറിച്ച് അങ്ങനെ നമ്മൾ വെക്കരുത്. അത് കടുത്ത തെറ്റാണ്, ഹറാമാണ്. എന്താ നമ്മൾ ഉണ്ടാക്കി? അയാളെക്കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല, അയാളൊന്നും തൊട്ടുപോലും ചെയ്തിട്ടില്ല. നമ്മളെ മനസ്സിലുള്ള ചിന്ത അയാളെ എന്താണെന്നറിയ പോലുമില്ല. പക്ഷെ അതുവരെ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. നമ്മളെ മനസ്സിൽ ഒരാളെക്കുറിച്ചൊരു മോശമായ ചിന്ത കൊണ്ട് നടക്കൽ തന്നെ ഹറാമാണ്, തെറ്റാണ്. അത്രത്തോളം ഇസ്ലാം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക എന്ന വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മുസ്ലിം ഒരു സമ്പൂർണ്ണ മുസ്ലിം ആകണമെങ്കിൽ, അവൻ സൽസ്വഭാവിയായി മാറണമെങ്കിൽ 3-ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമുക്കറിയാം, ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്നല്ലേ. ഒരാൾ ഉറങ്ങാണ്, നമുക്ക് ഖുർആൻ ഒത്തു തന്നാൽ എത്ര വലിയ കൂലിയുള്ള കാര്യമാണ്. ഖുർആനെ നോക്കുന്നതും കൂലി, കേൾക്കുന്നതും കൂലി, ഓതുന്നതും കൂലി. അങ്ങനത്തെ ഒരു കിതാബ് വേറെ ഇല്ല.
പക്ഷേ ഉറങ്ങണ ഒരാളടുത്ത് നമ്മൾ നേരത്തെ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ഉദാഹരണം പറയാം. അപ്പോൾ ഒരാൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഉറങ്ങുന്ന ആളടുത്ത് ഖുർആൻ ഉറക്കോതുന്നതിൻ്റെ വിധി എന്താ? ആ ഉറങ്ങുന്ന ആൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലാണെങ്കിൽ ഹറാമാണ്. ഖുർആൻ ഓതൽ ഹറാം. ഇത്രയും കൂലി കിട്ടുന്ന അള്ളാഹുവിൻ്റെ കലാം ഓതൽ ഹറാമാണ്. അയാളെ ബുദ്ധിമുട്ടിക്കരുത്. അത്രത്തോളം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം കർശന നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് വലിയ സൂറത്തോതുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. വല്ലുഹ മുതൽ താഴെയുള്ള സൂറത്തുകളാണ് ഇമാം ഓതേണ്ടത്. വലിയ സൂറത്തോതുന്നത് മൗമൂമിങ്ങളിൽ പ്രായമുള്ളവരുണ്ടാവും, രോഗികളുണ്ടാവും, പണിൻ്റെ ഇടയിലൊക്കെ വന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ ബുദ്ധിമുട്ടിക്കലാണ് വലിയ സൂറത്തോതുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം അത് ചെയ്യരുത് എന്നാണ്. അവനെക്കുറിച്ച് ഫത്താന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഫിത്നക്കാരെന്നാണ് പറഞ്ഞത്. ഇബാദത്തിൻ്റെ വിഷയം പോലെ ഒരു ഇബാദത്ത് കൊണ്ട് പോലും ഒരാളെന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ടിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. സൽസ്വഭാവിയായി മാറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ശാരീരികമായിട്ടുണ്ടാകരുത്, മാനസികമായിട്ടുണ്ടാകരുത്, സാമ്പത്തികമായിട്ടുണ്ടാകരുത്, നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഉണ്ടാകരുത്. ഇനി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതിൻ്റെ ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഈമാൻ്റെ 70ലേറെ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ ഹദീസുണ്ട്, ശുഅബുൽ ഈമാൻ. അതിലവസാനമായി പറഞ്ഞത് കാണാം, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ, കച്ചറകൾ നീക്കം ചെയ്യുക. അത് സമ്പൂർണ്ണമായ മുഅ്മിൻ്റെ അടയാളം എന്നാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു മട്ടൽ വീണെടുക്കുകയാണ്. അപ്പോൾ ബൈക്കിനോ നടക്കുന്ന ആളുകൾക്ക് തടസ്സമാണ്. എന്നാൽ നമ്മളൊന്ന് ഇറങ്ങിയിട്ട് അതവിടുന്ന് മാറ്റി കൊടുക്കുക. കല്ല്, മുള്ള്, അങ്ങനെ പോകുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നത് നീക്കം ചെയ്യൽ ഈമാനിൻ്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കണതോ ഹർത്താലും ബന്ധമൊക്കെ പ്രഖ്യാപിച്ചിട്ട് പ്രയാസം ഉണ്ടാക്കിയാൽ പിന്നെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വഴി തടസ്സം ചെയ്യുക എന്നുള്ളത്. നമ്മൾ വണ്ടിയൊക്കെ ഓട്ടുന്ന ആളുകളാണ്, വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു വണ്ടി നിർത്തുന്ന സമയത്ത് വേറുള്ള വണ്ടിക്കടെ പോകാൻ കഴിയോ ഇല്ലേ, അവിടെ നിർത്തിയ വണ്ടിക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലേ, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സൽസ്വഭാവിയാണെങ്കിൽ അവൻ്റെ വണ്ടി നിർത്തിയ, എൻ്റെ വണ്ടി കൊണ്ടെന്ത് ചെയ്യരുത് മറ്റുള്ളവൻ്റെ വണ്ടിക്ക് പോകുന്നതിന് തടസ്സം ഉണ്ടാകരുത്, നിർത്തിയ വണ്ടിക്ക് എടുക്കാൻ പ്രയാസം ഉണ്ടാകരുത്. ഇതുവരെ ശ്രദ്ധിക്കണമെന്നാണ് ഒരു മുഅ്മിൻ. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കരുത്. ഉള്ള ബുദ്ധിമുട്ട് നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറവുകൾ, അത് നേരത്തെ പറഞ്ഞ ഗീബത്ത് നമീമത്ത് നമ്മൾ കുറ്റം പറയുന്നതാണ്. ഇനി ഒരാളെ കുറവ് നമ്മൾ അറിഞ്ഞാൽ വരെ നമ്മൾ ഒരാളോടും അത് പരസ്യപ്പെടുത്താതെ അത് മൂടി വെച്ചാൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മൻ സതറ ഐബ മുസ്ലിമി, ഒരു മുസ്ലിമിൻ്റെ ഐബ് അല്ലെങ്കിൽ ഔറത്ത്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ട്, സംഗതി ഉണ്ട്, എന്നാലോ മൂടി വെച്ച് ആരോടും പറഞ്ഞിട്ടില്ല എങ്കിൽ സത്തറല്ലാഹു ഐബോ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നമ്മൾ ഒരുപാട് കുറവുകളുണ്ടല്ലോ, അത് അന്ത്യനാളിൽ ഫ്ലാഷ് ആകാൻ പോവുകയാണ്. പക്ഷെ അള്ളാഹു അത് മറച്ചു വെക്കും. ഇവൻ ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനിൻ്റെ ഐബുകൾ അറിഞ്ഞിട്ടും ഒരാളോടും അത് പറഞ്ഞില്ല. പറയുന്നത് അവനെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നതാണ്. ആ പ്രയാസം നീക്കം ചെയ്തു. ദുന്യാവിൽ ഒരു കുട്ടിയോടും പറഞ്ഞില്ല, അവൻ അറിഞ്ഞ് സംഗതി ഉണ്ടായിട്ടുണ്ട്, എന്നാലും മൂടി വെച്ചു എങ്കിൽ അന്ത്യനാളിൽ നമ്മൾ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ അവിടെ തുറക്കാൻ പോവുകയാണ്. എല്ലാവരുടെ അടുക്കലും ഫ്ലാഷ് ആവാൻ പോവുകയാണ്. പക്ഷെ അത് അല്ലാഹു തആല മറച്ചു വെക്കുമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, എത്രത്തോളം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെ മയ്യത്തിന് തീരുമാനം എടുക്കുന്നത് സ്വഭാവത്തിൻ്റെ വിഷയത്തിലാണ്. ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലൂടെ 2 ജനാസകൾ പോയി. ഒരു ജനാസ പോയ സമയത്ത് സഹാബത്ത് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു. അയാൾ നല്ല മനുഷ്യനുണ്ടോ, പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ വജബത്ത് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു, ഉറപ്പാണെന്ന് പറഞ്ഞു. മറ്റൊരു മയ്യത്ത് പോയപ്പോൾ സഹാബത്ത് അയാളെക്കുറിച്ച് വളരെ മോശമായിട്ട് അയാൾ അങ്ങനത്തെ ആളാണ്. അപ്പോഴും പറഞ്ഞു വജബത്ത്. എന്താണ് സഹാബത്തിന് മനസ്സിലായില്ല, അത് വിശദീകരിച്ചു കൊടുത്തു. 1-ാമത്തെ മയ്യത്ത് പോയ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ, നിങ്ങൾ എന്താണോ ഒരു മയ്യത്തിനെ കുറിച്ച് പറയുന്നത് അതാണ് റബ്ബിൻ്റെ തീരുമാനം. അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്,
അപ്പോൾ നിങ്ങൾ നല്ലത് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹ് അങ്ങനെ തീരുമാനം എടുക്കും, അയാൾ നല്ല ആളാണ്, അപ്പോൾ സ്വർഗം അയാൾക്ക് ഉറപ്പാണ് എന്നാ ഒന്നാമത്തെ മയ്യത്തിനെ കുറിച്ച്. രണ്ടാമത്തെ ആളെ കുറിച്ച് മോശമായതാ പറഞ്ഞത്. കാരണം അയാൾ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ്, പ്രയാസമുണ്ടാക്കുന്ന ആളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മരണപ്പെട്ട ഒരാളെ കുറിച്ച് ജനങ്ങൾ മോശമായത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അതങ്ങനെ തീരുമാനമെടുക്കും. എന്താണ്, നമ്മൾ ഒരു മയ്യത്തിനെ കുറിച്ച് മോശമായി പറയും, അയാളെ കൊണ്ട് നമുക്ക് ഭയങ്കര ശല്യ, ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പോയത് നന്നായി എന്ന് തോന്നും അല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ മനസ്സിലെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണ് മരിച്ചതെങ്കിൽ അയാൾ പോയാൽ നമുക്ക് റാഹത്ത് ഉണ്ടാവുള്ളൂ. ഉപകാരമുള്ള ഒരാളാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളെ മരിച്ചെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാവും, അയാളെ കുറിച്ച് നമ്മൾ നല്ലത് പറയും. അപ്പോൾ ഒരാളെ കുറിച്ച്, ഒരു മയ്യത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം നോക്കിയിട്ടാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ മരണപ്പെട്ടു, അയാളെ അടുത്തുള്ള അയൽവാസികൾ ഒരു 4 വീട്ടുകാരെങ്കിലും അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ രക്ഷപ്പെടുന്ന. നല്ലത് പറയണമെങ്കിൽ ഇയാളൊരു ബുദ്ധിമുട്ട് അയൽവാസികൾക്ക് ഉണ്ടായിരുന്നല്ലോ, പ്രയാസം ഉണ്ടാകരുതല്ലോ. അപ്പോൾ ഒരാൾക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ, ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാകരുത്, പ്രവർത്തനം കൊണ്ടുണ്ടാകരുത്, സമ്പത്തിന് വിഷയത്തിലാണെങ്കിൽ ഉണ്ടാകരുത്, മനസ്സുകൊണ്ട് വരെ ഒരാളെ വിഷമിപ്പിക്കരുത്. ഇനി 1-2 സംഭവങ്ങളൂടെ സൂചിപ്പിക്കാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ എല്ലാത്തിലും നമുക്ക് മാതൃക. ഈ പഠിപ്പിച്ച ഹദീസുകളൊക്കെ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക മാത്രമല്ല, അത് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരിക ചെയ്യുക. ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിരിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ ആ സദസ്സിലേക്ക് ഒരു അറാബി കടന്നു വരുന്നു. അറാബിയായ മനുഷ്യന്, കാട്ടറബിയാണ്, സംസ്കാരമൊന്നും ഇല്ലാത്ത ആളാണ്, എങ്ങനെ ജനങ്ങളോട് പെരുമാറണം എന്നറിയാത്ത ആളാണ് ഈ അറാബി എന്ന് പറയുന്നത്. അയാൾ കയറി വന്നിട്ട് എനിക്ക് പൈസ ആണെന്നാണ്, എനിക്ക് സമ്പത്ത് വേണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം കയ്യിലുള്ളത് എടുത്തു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അഹ്സൻതു യാ അറാബി, സറായിലെ തന്നത് പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ അറാബിയുടെ പ്രതികരണം, ഇല്ല വല അജ്മൽതു, ശരിയായില്ല, തന്നത് നന്നായിട്ടില്ല. അപ്പോൾ സഹാബത്ത് കണ്ടാളിക്കില്ലേ, ഗളിബൽ മുസ്ലിമൂൻ എന്ന ഹദീസ് സംഭവത്തിലിടും, ദേഷ്യപ്പെട്ടു സഹാബത്ത്. ആരോടായി പറയണത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ വീട്ടിലേക്ക് ഒരു യാചകം വന്നിട്ട് നമ്മളുള്ളത് കൊടുത്തു, ഒരു 50 ഉറുപ്പ്യ കൊടുത്തു, എന്താ തന്നത് അതുകൊണ്ട് അയാൾ 2 വാക്ക് പറഞ്ഞാൽ പിന്നീട് അയാൾ ആ വീട്ടിലേക്ക് വരും. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെരുമാറ്റം നോക്കൂ, സ്വഭാവം നോക്കൂ നിങ്ങൾ. സഹാബത്ത് ദേഷ്യപ്പെട്ട് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഇരിക്കവിടെ. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലുള്ളത് എടുത്തു കൊടുത്തു. അപ്പോൾ അയാൾക്ക് റാഹത്തായി. എന്നിട്ട് ചോദിച്ചു, അഹ്സൻ സറയിലേക്ക്, അപ്പോൾ നാം അഹ്സൻ തവാജ്മൽത് ഫജസാക്കല്ലാഹു അന്നാ ഖൈറാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിട്ടില്ല. കാരണം വിട്ടാൽ കാരണം സ്വഹാബത്ത് നേരത്തെ വളരെ ദേഷ്യപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം ആ സദസ്സിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തെ വിട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒന്ന് സദസ്സിലേക്ക് ഒന്നും കൂടെ വരണം. ഇവിടെ വെച്ച് നീ എന്നോട് പറഞ്ഞ ഈ വാക്ക്, ഇപ്പോൾ ഷാറായി, റാഹത്തായി, ജസാക്കല്ലാഹു എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ വാക്ക് എൻ്റെ സ്വഹാബത്തിൻ്റെ ഇടയിൽ വെച്ച് നീ പറയണം. കാരണം ഇന്നക്ക കുൽത്തമാ കുൽത്ത, നീ ചിലതൊക്കെ എൻ്റെ സ്വഹാബത്തിൻ്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ ഫീ നഫ്സി അസ്ഹാബി ഷൈഉൻ, അവരെ മനസ്സിൽ ഒരു പ്രയാസം വന്നിട്ടുണ്ട്. നിന്നെ ചിലപ്പോൾ വെറുതെ വിടൂല, വഴിയിലടം കണ്ടാൽ കൈകാര്യം ചെയ്യും. നോക്കണം നിങ്ങൾ, അയാളെ രക്ഷപ്പെടുത്തുന്നൊരു വഴി നോക്കൂ നിങ്ങൾ. അങ്ങനെ വിട്ടാൽ മതി, പക്ഷെ വിട്ടില്ല. അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു, സദസ്സിലേക്ക് വന്നു. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നേരത്തെ വന്ന അറാബിയാണ്, നേരത്തെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് റാഹത്തായില്ല, ഞാൻ വീണ്ടും കൊടുത്തു, ഇപ്പം അദ്ദേഹത്തിന് റാഹത്തായി. അക്കദാലിക്ക യാ അറാബി, സഹാബത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഹ്സൻ തവാജ്മൽത് ഫജസാക്കല്ലാഹു അന്നാ ഖൈറ. അങ്ങനെ അദ്ദേഹത്തെ വിട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനെങ്ങാനും അദ്ദേഹത്തെ വീട്ടിൽ തന്നെ വിട്ടിരുന്നെങ്കിൽ വിട്ടാൽ മതി, പക്ഷേ നിങ്ങളെ മനസ്സിലേക്ക് അദ്ദേഹത്തോട് ഒരു വെറുപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും, എല്ലാവരും എന്നല്ല, ചില ആളുകളെങ്കിലും വഴിയിൽ കണ്ട അദ്ദേഹത്തെ കൈകാര്യം ചെയ്യും. അപ്പോൾ നിങ്ങളും കൊടുങ്ങും, അദ്ദേഹം കൊടുങ്ങും. നോക്കൂ നിങ്ങൾ, ഇപ്പം അദ്ദേഹത്തിന് ഒരു പ്രയാസമുണ്ടാകരുത്, ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു കാര്യം നോക്കൂ നിങ്ങൾ.
സഹാബത്തിൻ്റെ മനസ്സും ക്ലിയറായി, അദ്ദേഹത്തിൻ്റെ മനസ്സും ക്ലിയറായി. ഇപ്പൊ ദുന്യാവിലും അവർ രക്ഷപ്പെട്ടു, ആഖിറത്തിലും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ദുന്യാവിലും അവർ കുടുങ്ങും, ആഖിറത്തിലും കുടുങ്ങും. കാരണം ഈ ആക്രമിച്ച കാരണം കൊണ്ട് ആഖിറത്തിൽ രണ്ടു, ഈ അറാബി രൂപത്തിൽ പെരുമാറിയ കാരണം കൊണ്ട് അദ്ദേഹം പ്രയാസപ്പെടും. അപ്പൊ ദുന്യാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ ഒരു പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടാകരുത് എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുമാറ്റം നോക്കൂ നിങ്ങൾ. അതാണ് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ഉണ്ടാക്കാതെ ഉള്ളൊരു ജീവിതം. ഒന്ന് രണ്ട് സംഭവങ്ങളുടെ മഹാന്മാരുടെ ഞാൻ ഉദ്ധരിക്കാം. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നമുക്കറിയാം, മുജ്തഹിദീങ്ങളായ അയിമത്ത് മുജ്തഹിദീങ്ങളിൽ പ്രധാനിയാണ്. ഒന്നാം നമ്പറായിട്ട് മുൻഗാമിയായി നമ്മൾ എണ്ണുന്ന മഹാനവറുകളുടെ സംഭവം. അദ്ദേഹം ഒരു മജൂസിയായ, ഒരു അമുസ്ലിമായ മനുഷ്യരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. അപ്പോൾ കടം തരാനുള്ള ഡേറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പോൾ കുറച്ച് പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ആ മജൂസിയായ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു നജസ് ചവിട്ടിപ്പോയി. ചെരുപ്പിൻ്റെ അടിയിൽ നജസ് പറ്റി പിടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും ചെരുപ്പിൻ്റെ അടിയിൽ പറ്റി പിടിച്ചാൽ ഒന്ന് കുടയല്ലോ. അങ്ങനെ മഹാനവറുകൾ ചെരുപ്പ് കുടഞ്ഞ സമയത്ത് ചെരുപ്പിൻ്റെ അടിയിൽ പറ്റി പിടിച്ച നജസ് തെറിച്ച് ആ വീട്ടുകാരൻ്റെ, ആ മജൂസിയ മനുഷ്യൻ്റെ മതിലുണ്ട്, കോമ്പൗണ്ട്, ആ മതിലിൽ പോയിട്ട് പതിഞ്ഞു. ആ പതിഞ്ഞ സമയത്ത് മഹാനവറുകൾ ചിന്തിക്കുകയാണ്, അല്ലാഹ്, എൻ്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മതിൽ കേട് വന്നു പോയല്ലോ. കാരണം മണ്ണ്, നമ്മൾ ഇന്നത്തെ മതിൽ സിമെൻറ്റ് അങ്ങനത്തെ ഒന്നല്ല, കഴുകാനൊന്നും കഴിയൂല, മണ്ണിൻ്റെ മതിലാണ്. അപ്പോൾ അവിടെ കയ്യാൽ അല്ലെങ്കിൽ ചുരണ്ടിക്കളഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മതിൽ കേട് വരും. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതിൽ വൃത്തികേടായി കിടക്കുകയും ചെയ്യും. ഈ ഒരു കൺഫ്യൂഷനിലാണ് മഹാനവറുകളുള്ളത്. നോക്കണം നിങ്ങൾ. അങ്ങനെ ഏതായാലും വീട്ടിലേക്ക് കടന്നു ചെന്ന് ബെല്ലടിച്ചു, ആളെ വിളിച്ചു. അപ്പോൾ ഹാദിമ് പുറത്ത് വന്നു. ഇങ്ങനെ അബൂ ഹനീഫ വന്നണമെന്ന് പറയണമെന്നാണ് യജമാനോട് അടിമ വന്നത്. അങ്ങനെ ഉള്ളിൽ പോയിട്ട് പറഞ്ഞു. അപ്പോൾ യജമാനൻ, വീട്ടുകാരൻ അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലോതി കടം തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഉദുറ് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പം ഇല്ല, കുറച്ച് പ്രയാസത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ അത് പറയണ്ട, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. ഇപ്പം ഞാൻ കടത്തിൻ്റെ കാര്യം സംസാരിക്കുന്നില്ല, ഇപ്പം ഞാനൊരു പ്രയാസത്തിലുള്ളത്. എന്താണ് സംഭവം പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ വരുന്ന സമയത്ത് നജസ് ചവിട്ടിയതും ഇപ്പം നിങ്ങളെ മതിൽ ഈ അവസ്ഥയിലുള്ളത്. അത് ചുരണ്ടിക്കളഞ്ഞ ഞങ്ങളെ മതിൽ കേടുവരും, ഇല്ലെങ്കിൽ നജസ് അവിടെ ബാക്കിയാവും. അപ്പോൾ അത് ശുദ്ധീകരിക്കാൻ എന്ത് വഴി എന്നുള്ള പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറയാൻ ആ മഹാനവറുകൾ അപ്പം വീട്ടിലേക്ക് കയറി. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട സമയത്ത് മഹാനവറുകൾ, ആ വീട്ടുകാരൻ മജൂസിയാണ്, ആ മുസ്ലിം മനുഷ്യൻ, അദ്ദേഹം ചിന്തിക്കാൻ, റബ്ബേ, എന്തൊരു സുന്ദരമായ സ്വഭാവമാണ്. എൻ്റെ കടം തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്ന അദ്ദേഹം ഇങ്ങനെ അറിയാതെ നജസ് ചവിട്ടി കുടഞ്ഞപ്പോൾ അറിയാതെ മതിൽ കേട് വന്നു പോയത്, അത് ശുദ്ധീകരിക്കാനാണ് എന്നോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ സങ്കടപ്പെട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ എന്തൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് മഹാനവറുകളോട് ഈ വീട്ടുകാരൻ പറയാണ്, എൻ്റെ മതിൽ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഖൽബ് ഞാനൊന്ന് ശുദ്ധീകരിക്കട്ടെ, ഞാൻ നിങ്ങളെ മതത്തിലേക്ക് വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അയാൾ ഇസ്ലാം സ്വീകരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാനവറുകളുടെ ആ സൽസ്വഭാവത്തിൻ്റെ കീഴിൽ മഹാനവറുകൾ ചിന്തിച്ചെന്താ, അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. എൻ്റെ ഈ കാരണം കൊണ്ട് ചെറിയൊരു പ്രയാസം, അദ്ദേഹത്തിൻ്റെ മതിലിൽ ഇങ്ങനെ ഒരു വൃത്തികേട് വന്നല്ലോ, അത് ഉണ്ടാകരുത്, അതിന് മാപ്പ് ചോദിച്ച് ആ ഒരു സൽസ്വഭാവം കാണിച്ച ഒരൊറ്റ കാരണം കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. അവിടെ വഅദ് പറഞ്ഞിട്ടില്ല, നോട്ടീസ് ഇറക്കിയിട്ടില്ല, ലഘുലേഖയില്ല, ഒന്നുമില്ല. സൽസ്വഭാവം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം. അതാണ് മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചിരുന്ന സ്വഭാവം. മഹാനായ സഹ്ൽ ബിൻ അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, മഹാന്റെ സംഭവം കൂടെ നമുക്ക് വലിയ പ്രചോദനമാണ് ഈ വിഷയത്തിൽ. നമ്മൾ അയൽവാസികളൊക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നതും മറ്റൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ സഹ്ൽ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു തന്നെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ ലോകത്തേക്ക് കടന്നു ചെന്ന മഹാനാണ്. മഹാനവകളെ കാണാൻ വേണ്ടി മനുഷ്യന്മാർ മാത്രമല്ല വരാറുള്ളത്. കാട്ടിൽ നിന്ന് ആനകൾ വരും, സിംഹം വരും, പുലി വരും, അവരൊക്കെ ഗസ്റ്റാണ്. അതുകൊണ്ട് തന്നെ തുസ്തർ എന്ന നാട്ടിലെ മഹാനവറുകൾ, അവിടെ 2 ഗസ്റ്റ് റൂമുണ്ട്. ഒന്ന് മനുഷ്യന്മാരെ സ്വീകരിക്കാനുള്ള ഗസ്റ്റ് റൂം,
മറ്റൊന്ന് മൃഗങ്ങളെ സ്വീകരിക്കാനുള്ള കഷ്ടവും. അത്രയും മൃഗങ്ങൾക്ക് വരെ വേണ്ടപ്പെട്ട ഒരാൾ, അങ്ങനത്തെ മഹാനാണ് സഹൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വഫാത്തോടടുത്ത സമയത്ത് മഹാനവറുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് ചാരത്ത്, ആ വീടിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ ഉള്ളത് ഒരു മുസ്ലിമിൻ്റെ വീടാണ്. ഒരു ദീൻ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്, ഒരു മജൂസിയ മനുഷ്യൻ. വഫാത്തിൻ്റെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്താണ് കുടുംബക്കാരോട് പറഞ്ഞു, ആ അയൽവാസിനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരണം. ആ മുസ്ലിം ആ മനുഷ്യൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, നിങ്ങൾ ആ റൂമിലേക്ക് ഒന്ന് പോയി നോക്കി വരണം എന്നാണ്. അങ്ങനെ ഈ വീട്ടുകാരൻ റൂമിലേക്ക് പോയി. റൂമിൽ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ മതിലും ഈ മഹാനവറുകളുടെ വീടും ചേർന്നിട്ടുള്ളത്. അപ്പം മതിലിൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിൽ മതിലിനോട് ചേർന്നൊരു പാത്രം അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പാത്രം തുറന്നു നോക്കുമ്പോൾ വേസ്റ്റ് വെള്ളം, വളരെ ദുർഗന്ധമുള്ളൊരു വേസ്റ്റ് വെള്ളമാണ് അതിലുള്ളത്. അത് നോക്കിയിട്ട് ഇദ്ദേഹം വന്നു. ഞാൻ റൂം കണ്ട്, അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ടല്ലോ, അതിലിങ്ങനെ വേസ്റ്റ് വെള്ളം എവിടുന്നാണ് വരുന്നത്? ആ സമയത്ത് മഹാനവറുകൾ പറയാണ്, ഒരു വർഷമായി നമ്മൾ അയൽവാസിയാണല്ലോ, നിങ്ങളെ വീടിൻ്റെ ടോയ്ലറ്റിൻ്റെ ടാങ്കി, സെപ്റ്റിക് ടാങ്കി ഉണ്ടല്ലോ, ആ ടാങ്കി എൻ്റെ മതിലും ചേർന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളെ ടാങ്കി ലീക്കായിട്ട് അതിൽ ദുർഗന്ധമുള്ള ആ വെള്ളം എൻ്റെ റൂമിലേക്കാണ് വരുന്നത്. അത് ഞാൻ തന്നെ ഒരു പാത്രം അവിടെ വെക്കും, അത് നിറഞ്ഞാൽ കൊണ്ടുപോയി ഒഴിവാക്കും, പിന്നെയും കൊണ്ടുവെക്കും. ഒരു വർഷമായി. അപ്പോൾ അദ്ദേഹം ചോദിക്കാൻ, നിങ്ങളെന്താ എന്നെ അറിയിക്കാത്തത്? ഞാൻ നിങ്ങളെ അറിയിക്കാത്തത്, നിങ്ങളെ മനസ്സിനൊരു വിഷമായി പോകരുത്, ഒരു പ്രയാസമായി പോകരുത്, അത് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കാത്തത്. എന്നിട്ട് പറയാണ്, ഇനി ഞാൻ ഇപ്പം നിങ്ങളെ അറിയിക്കാനുള്ള കാരണം, ഞാൻ മരിക്കാൻ കിടക്കുകയാണ്. ഇനി എൻ്റെ കാലശേഷം ഈ ഒരു സ്വഭാവം എൻ്റെ കുടുംബക്കാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അഖ്ലാഖി ബഅദി, എനിക്ക് ശേഷം ഈ ഒരു സ്വഭാവം ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളും അയൽവാസികളും തമ്മിൽ തെറ്റാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ അറിയിച്ചരുത്, നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മജൂസിയ മനുഷ്യൻ ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇത്രയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണല്ലോ എൻ്റെ അയൽവാസി. ഞാൻ എത്ര കൊല്ലമായി അള്ളാഹുവിനെ ധിക്കരിച്ച് ദീൻ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഈ മഹാൻ ഏതൊരാശയത്തിലാണുള്ളത്, ഞാൻ ആശയത്തിലേക്ക് കടന്നു വരികയാണ്. ഇദ്ദേഹം വലിയൊരു മഹാനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നിങ്ങളെ ദീനിലേക്ക് ഞാൻ വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നിങ്ങളത് ആലോചിച്ചു, സൽസ്വഭാവത്തിൻ്റെ പവർ അതാണ്. അവിടെ വഅദ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് ക്ഷണിച്ചിട്ടില്ല. മഹാന്റെ സ്വഭാവം കണ്ടിട്ട് ഒരു അയൽവാസിയോട് എങ്ങനെ പെരുമാറണം. നമ്മൾ ഉള്ളത് ചിലപ്പോൾ നമ്മളെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ പറമ്പിലിടാൻ വേണ്ടി നോക്കും, എങ്ങനെ നമ്മളെ പറമ്പ് ക്ലീനാക്കാൻ നോക്കും. അതൊരിക്കലും നമ്മൾ ചെയ്യും. മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ട് പോലും സഹിച്ചുകൊണ്ട് അത് അടുത്ത പാർട്ടിയിൽ പറയാനുള്ളതാണ്. മഹാനവരുടെ ആ ഒരു സ്വഭാവം കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരിക. ഇതാണ് മഹാന്മാരുടെ ഒക്കെ ജീവിതം. അപ്പം അതുകൊണ്ട് നമ്മളൊരു സൽസ്വഭാവിയായി മാറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഘടകമാണ് നമ്മൾ സൂചിപ്പിച്ചത്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അല്ലെ നമ്മുടെ ഒരു ചിന്ത കൊണ്ട് പോലും ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന, അത് സാമ്പത്തികമായിട്ടാവട്ടെ, ശാരീരികമായിട്ടാവട്ടെ, മാനസികമായിട്ടാവട്ടെ, ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ നിന്നുണ്ടാകരുത്. അങ്ങനത്തെ ഒരു മുഅ്മിനാകുമ്പോഴാണ് അവൻ കാമിലായ മുഅ്മിനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലീങ്ങളായ മുഅ്മിനീങ്ങളിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തട്ടെ. സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്വഭാവവും അവിടുത്തെ ജീവിതമൊക്കെ ഇത്തിബായി ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. صل على نبينا محمد